CPM ഏറെ നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവി മാത്രമല്ല, പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരായ വിമർശനങ്ങളും ആരോപണങ്ങളും CPMനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണത്തിലും മറുപടി പറഞ്ഞത് പാർട്ടിയാണ്. ഇതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ അഭിപ്രായ ഭിന്നതയുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പാർട്ടി പിന്തുണച്ചില്ലെന്നും പിണറായിയുടെ മകൾക്കെതിരായ ആരോപണങ്ങളെ പാർട്ടി പ്രതിരോധിക്കേണ്ടതുണ്ടോ തുടങ്ങിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. മാത്രമല്ല, മക്കൾക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത് കോടിയേരിയാണ്. കുറെ നാളായി ഇതെല്ലാം പാർട്ടിയിൽ പുകയുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ മുതിർന്ന നേതാക്കൾ തന്നെ വിമർശനവുമായി രംഗത്ത് വന്നു. ജി സുധാകരനും തോമസ് ഐസക്കും തിരുത്തൽ വേണമെന്ന് വാദിച്ചു. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയെന്ന് വിമർശിച്ചു. ഇലക്ഷൻ ഫലം ചർച്ച ചെയ്ത ജില്ലാ കമ്മിറ്റികളും നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായ വിമർശനമാണ് ഉയർത്തിയത്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന ആവശ്യവും ഉയർന്നു. CPMന്റെ ശക്തി കേന്ദ്രമായ കൊല്ലത്ത് അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടി നേതാക്കൾക്കെതിരെയും ഉന്നയിച്ചത്. പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിയുടെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം. പാർട്ടിയിലെ കണ്ണൂർ ലോബിക്കെതിരെയും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. ചർച്ച ക്രിയാത്മകമായിരുന്നു എന്നായിരുന്നു MA ബേബിയുടെ പ്രതികരണം. ഇപ്പോഴത്തെ അതിരൂക്ഷമായ വിമർശനവുമായി MA ബേബി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഒരു മാസികയിൽ എഴുതിയ ലേഖനത്തിലാണ് MA ബേബിയുടെ അഭിപ്രായ പ്രകടനം. തിരുത്തലുകൾ ക്ഷമാപൂർവ്വം കൈക്കൊള്ളണം, അല്ലാതെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മാത്രമല്ല പരിശോധിക്കേണ്ടത്, ബഹുജന സ്വാധീനത്തിലും പാർട്ടിക്ക് ചോർച്ച സംഭവിക്കുന്നുണ്ട്. തിരുത്തലുകൾ വരുത്തുന്നുണ്ടെങ്കിലും ഇനിയും തിരുത്തേണ്ട തലങ്ങൾ ബാക്കിയാണ്. ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വിധം സത്യസന്ധവും നിർഭയവും ഉള്ളു തുറന്നതുമായ സ്വയം വിമർശനത്തിലൂടെ മാത്രമേ ഇടതുപക്ഷത്തിന് ബഹുജന സ്വാധീനം വീണ്ടെടുക്കാനാകൂ. ജനങ്ങളുമായി സംസാരിക്കുന്നത് പോലെ പ്രധാനമാണ് അവർക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കുക എന്നതും. എല്ലാ വിഭാഗം ജനങ്ങളുമായും ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം. ജനങ്ങൾ പറയുന്നതിലെ ശരിയായ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുക എന്നതും പ്രധാനമാണ്, ബേബി പറയുന്നു. ഇപ്പോൾ പാർലമെന്റിലുള്ളത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശോഷിച്ച സാന്നിധ്യമാണ്. നിരാശ പടർത്തുന്ന അവസ്ഥയാണിത്. ഇടത് സ്വാധീനത്തിൽ നിന്ന് പോലും വോട്ടുകൾ BJPയിലേക്ക് ചോരുന്ന അവസ്ഥ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. അതീവ ഗൗരവത്തോടെ ഇടപെടേണ്ട അവസ്ഥയാണിത്. പാർട്ടിയുടെ ബഹുജന സ്വാധീനത്തിൽ ചോർച്ചയും ഇടിവും സംഭവിച്ചു. ഇതിന് വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയും പ്രശ്നമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. ഉൾപാർട്ടി വിമർശനങ്ങൾക്ക് ഇടമുണ്ടാകണം. വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും തിരുത്താനും തയ്യാറാകണം, ബേബി എഴുതുന്നു. ഭരണവിരുദ്ധ വികാരം, ധാർഷ്ട്യം ഉൾപ്പെടെയുള്ള വിമർശനങ്ങളെ മുഖ്യമന്ത്രി ആവർത്തിച്ച് ന്യായീകരിക്കുമ്പോഴാണ് മുതിർന്ന CPM നേതാവ് തിരുത്തൽ വേണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇതേ അഭിപ്രായം തന്നെയാണ് പാർട്ടി പ്രവർത്തകർക്കുമുള്ളത്. ഈ സാഹചര്യത്തിൽ ജൂലൈ 19, 21, 22 തീയതികളിൽ നടക്കുന്ന CPMന്റെ സംസ്ഥാന നേതൃയോഗം ഏറെ നിർണായകമാണ്.